ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന മതപരിവർത്തനത്തിൽ ആശങ്കയറിയിച്ചിരിക്കുകയാണ് അലഹാബാദ് ഹൈക്കോടതി. ഇത്തരമൊരു സാഹചര്യം തുടർന്നാൽ രാജ്യത്തെ ഭൂരിപക്ഷ ജനസംഖ്യ ഒരു നാൾ ന്യൂനപക്ഷമായി മാറുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് കൈലാഷ് എന്നയാളുടെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഹിന്ദുക്കളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചതിന് ഇയാൾ കേസ് നേരിടുന്നുണ്ട്. ഇയാളുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. ഇതേ രീതി തുടരാൻ അനുവദിച്ചാൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷം ഒരു നാൾ ന്യൂനപക്ഷമായി മാറുമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. രാജ്യത്ത് എവിടെയെങ്കിലും മതപരമായ പരിപാടികളിൽ മതപരിവർത്തനം നടത്തി ആളുകളെ മാറ്റുന്നുണ്ടെങ്കിൽ അത് ഉടനെ നിർത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യക്തികളെ മതപരിവർത്തനം ചെയ്യുന്ന മതപരിപാടികൾക്ക് ഉടൻ വിലക്കേർപ്പെടുത്തണമെന്നും കോടതി ഉത്തരവിട്ടു. ഇത്തരം പരിപാടികൾ ഒരാളുടെ മതസ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുന്നതാണ്. ആർട്ടിക്കിൾ 25 പ്രകാരം എല്ലാ വ്യക്തികൾക്കും ഏതു മതത്തിലും വിശ്വസിക്കാനും ആരാധിക്കാനും അവകാശമുണ്ടെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞു. മതപ്രചാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മറ്റൊരു മതത്തിലേക്ക് മാറ്റുകയല്ല. ഉത്തർപ്രദേശിലെ വിവിധ ഇടങ്ങളിൽ പാവപ്പെട്ടവർ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് മാറിയിരുന്നുവെന്നും അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നും കോടതി പറഞ്ഞു. മതപരിവർത്തനത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി കൈലാഷിന് ജാമ്യം അനുവദിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. ഹാമിർപൂർ ജില്ലയിലെ മൗധാബ സ്വദേശിയാണ് ഇയാൾ. രാംകാലി പ്രജാപതി എന്നയാളാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. കൈലാഷ് മാനസിക രോഗിയായ തന്റെ സഹോദരനെയും കൊണ്ട് നേരത്തെ ഡൽഹിക്ക് പോയിരുന്നുവെന്നും അവിടെ വെച്ച് തന്റെ സഹോദരന് മികച്ച ചികിത്സ ലഭ്യമാക്കിയ ശേഷം നാട്ടിലേക്ക് മടക്കി അയക്കാമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞിട്ടും സഹോദരൻ തിരിച്ചു വന്നില്ല. പിന്നീടുള്ള വരവിൽ ഗ്രാമത്തിലുള്ള എല്ലാവരുമായിട്ടാണ് കൈലാഷ് മടങ്ങിയത്. ഡൽഹിയിൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം നടക്കുന്ന ചടങ്ങ് അവിടെ നടന്നിരുന്നു. ഇവിടെ വെച്ച് എല്ലാ ഗ്രാമവാസികളെയും മതപരിവർത്തനം നടത്താനായിരുന്നു കൈലാഷിന്റെ ശ്രമം. പ്രജാപതിയുടെ സഹോദരന് മതപരിവർത്തനത്തിനായി പണം ഇയാൾ വാഗ്ദാനം ചെയ്തിരുന്നു. അതേസമയം മുൻപ് കർണാടകയിൽ BJP സർക്കാർ നടപ്പാക്കിയ മതപരിവർത്തന നിരോധന നിയമം സിദ്ധരാമയ്യ സർക്കാർ റദ്ദാക്കിയിരുന്നു. BJP സർക്കാർ സംസ്ഥാനത്തുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും പുനഃപരിശോധിക്കുമെന്നും ആവശ്യമെങ്കിൽ റദ്ദാക്കുമെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം മെയ്യിലാണ് സംസ്ഥാനത്ത് മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കി തുടങ്ങിയത്. നിർബന്ധിച്ച് മതം മാറ്റിക്കുന്നവർക്ക് 3 മുതൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു മതപരിവർത്തന നിരോധന നിയമം. 2021 ഡിസംബറിൽ തന്നെ ബില്ല് നിയമസഭ പാസാക്കിയെങ്കിലും നിയമനിർമ്മാണ കൗൺസിലിന്റെ അംഗീകാരം നേടാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഓർഡിനൻസ് ഇറക്കുകയായിരുന്നു. കൗൺസിലിൽ BJP ഭൂരിപക്ഷം നേടിയതോടെ വീണ്ടും പാസാക്കിയതിനു ശേഷമാണ് ഗവർണർക്ക് അയച്ചത്. തീവ്ര ഹിന്ദുത്വ നേതാക്കളായ VD സവർക്കറെയും KB ഹെഡ്ഗേവാറിനെയും കുറിച്ചുള്ള അധ്യായങ്ങൾ സ്കൂളിലെ ചരിത്ര പാഠ പുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. അതോടൊപ്പം BJP സർക്കാർ സ്കൂൾ സിലബസിൽ വരുത്തിയ എല്ലാ മാറ്റങ്ങളും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും സ്തുതിഗീതത്തോടൊപ്പം ഭരണഘടനയുടെ ആമുഖവും നിർബന്ധമായും വായിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. മുസ്ലിം കോട്ട, ഹിജാബ് നിരോധനം തുടങ്ങിയ വിഷയങ്ങളിലും BJP സർക്കാർ സ്വീകരിച്ച നിലപാടല്ല സിദ്ധരാമയ്യ സർക്കാർ സ്വീകരിക്കുന്നത്. ഏതായാലും ഒരുപാട് മാറ്റങ്ങളാണ് തിരഞ്ഞെടുപ്പോടെ ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്.